വയനാട് എംപിയും കോൺഗ്രസ് ദേശീയ നേതാവുമായ പ്രിയങ്ക ഗാന്ധിയുടെ വാഹന വ്യൂഹത്തിന് മുന്നിലേക്ക് കാർ ഓടിച്ചു കയറ്റി തടഞ്ഞ യൂട്യൂബർക്കെതിരെ പോലീസ് കേസെടുത്തു. തൃശൂർ എളനാട് മാവുങ്കൽ വീട്ടിൽ അനീഷ് എബ്രഹാമിനെതിരെയാണ് മണ്ണുത്തി പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം രാത്രി മണ്ണുത്തി ബൈപ്പാസ് ജംഗ്ഷന് സമീപത്ത് വെച്ചാണ് സംഭവം. പ്രിയങ്കയുടെ വാഹന വ്യൂഹം ഹോണടിച്ചതിൽ പ്രകോപിതനായാണ് യുവാവ് കാർ വട്ടം വെച്ച് തടഞ്ഞത്. കഴിഞ്ഞ ദിവസം പാണക്കാട് സാദിഖലി തങ്ങളുടെ വസതിയിൽ നടന്ന ഇഫ്താറിൽ പങ്കെടുത്ത ശേഷം നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോവുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി. യാത്രക്കിടെ വഴിയൊരുക്കാനായി പ്രിയങ്കയുടെ വാഹന വ്യൂഹം ഹോണടിച്ചു. ഇതോടെ പ്രകോപിതനായി യൂട്യൂബർ കൂടിയായ അനീഷ് എബ്രഹാം തന്റെ കാർ വാഹന വ്യൂഹത്തിന് മുന്നിൽ വട്ടം വെക്കുകയായിരുന്നു. ഉടനെ തന്നെ പോലീസ് സംഘം പുറത്തിറങ്ങി ഇയാളുടെ കാർ കസ്റ്റഡിയിലെടുത്തു. വാഹനം മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ പോലീസിനോട് തട്ടിക്കയറുകയും ചെയ്തു. താൻ ലക്ഷങ്ങൾ ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബർ ആണെന്നും തടയാൻ ശ്രമിക്കരുതെന്നും പറഞ്ഞ് ഇയാൾ പോലീസിനോട് തട്ടിക്കയറി. പോലീസ് ഫലമായി ഇയാളുടെ വാഹനം കസ്റ്റഡിയിലെടുത്ത് യുവാവിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അതീവ സുരക്ഷയുള്ള വ്യക്തിയുടെ വാഹന വ്യൂഹത്തിന് നേരെ മനഃപൂർവ്വം ജീവന് അപകടം വരുത്തും വിധം കാർ ഓടിച്ചു കയറ്റിയതിന് അനീഷിനെതിരെ പോലീസ് കേസെടുത്തത്. ESW+ കാറ്റഗറി സുരക്ഷയുള്ള നേതാവാണ് പ്രിയങ്ക ഗാന്ധി. സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും അനീഷിനെ ജാമ്യത്തിൽ വിട്ടയച്ചതായും മണ്ണുത്തി പോലീസ് അറിയിച്ചു. അതേസമയം വയനാട് നിയോജക മണ്ഡലത്തിലെ 29 കുടുംബങ്ങൾക്ക് കൈത്താങ് പദ്ധതിയിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോൽ പ്രിയങ്ക കഴിഞ്ഞ ദിവസം കൈമാറിയത് വാർത്തയായിരുന്നു. കൊട്ടിഘോഷിക്കുന്ന ഭവന പദ്ധതികളിൽ തഴയപ്പെട്ട ഒട്ടേറെ പേർക്ക് അനുഗ്രഹമായി രാഹുൽ ഗാന്ധി നടപ്പാക്കിയ പദ്ധതിയാണ് കൈത്താങ്. ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ ഉൾപ്പെടെ ഒട്ടേറെ വെല്ലുവിളികൾ കൈത്താങ് പദ്ധതിക്കുണ്ടായെന്നും രാഷ്ട്രീയം പോലും പരിഗണിക്കാതെയാണ് ഏറ്റവും അർഹരായവരെ കണ്ടെത്തിയതെന്നും പ്രിയങ്ക ഈ അവസരത്തിൽ പറഞ്ഞു. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവരുടെ അടക്കം പ്രയാസങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയാണ് UDF യോഗത്തിൽ രാഹുൽ ഗാന്ധി ഇത്തരം ഒരു ആശയം മുന്നോട്ട് വെച്ചത്. 84 വീടുകൾ ഇതുവരെ നൽകാനായി. പദ്ധതി യാഥാർത്ഥ്യമാകാൻ UDF ഭാരവാഹികളും കോൺഗ്രസ് പ്രവർത്തകരും അകമഴിഞ്ഞ സഹകരണമാണ് നൽകുന്നതെന്നും പ്രിയങ്ക എടുത്തു പറഞ്ഞിരുന്നു. വീട് ലഭിച്ച എല്ലാവരെയും കുടുംബാംഗങ്ങളെ പോലെയാണ് കാണുന്നതെന്നും കൂടെയുണ്ടാകുമെന്നും പ്രിയങ്ക ഉറപ്പു നൽകി.